കിച്ചൺ. ഞാൻ ഇന്നിവിടെ സ്നാക്സുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്നത്തെ പോലെ തന്നെ കിഡ്സ് സ്പെഷ്യൽ. കിഡ്സിന് മാത്രമല്ല കേട്ടോ, നമുക്ക് വലിയവർക്കും നന്നായിട്ടിത് എൻജോയ് ചെയ്ത് കഴിക്കാം. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഏത്തപ്പഴം ലഡു. അപ്പോൾ പേര് പോലെ തന്നെ നമുക്ക് ഏത്തയ്ക്ക ആവശ്യമാണ്. ഞാനിവിടെ നന്നായി പഴുത്ത 2 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം അതിൻ്റെ എണ്ണ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. നന്നായി പഴുത്തത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നല്ല ടേസ്റ്റ് കൂടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 3/4 കപ്പ് അവലെടുത്തിട്ടുണ്ട്. ഈ അവല് വെളുത്ത അവലോ അല്ലെങ്കിൽ ബ്രൗൺ നിറമുള്ള അവലോ നമുക്ക് എടുക്കാം. ഇപ്പം ഞാനത് ബ്രൗൺ നിറമുള്ള അവലാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് 1/2 കപ്പ് പഞ്ചസാര, 1 കപ്പ് കോക്കനട്ട്, കുറച്ച് കാഷ്യൂനട്ട്, പിന്നെ ഇത് ഏലക്ക പൊടിച്ചതാണ്, ഇതൊരു 1/2 ടീസ്പൂൺ. അതുപോലെ തന്നെ ഉണക്കമുന്തിരി, പിന്നെ നമുക്ക് നെയ്യ്. ഇത് നമ്മുടെ ഏത്തപ്പഴം ഞാൻ ഇതുപോലെ അരിഞ്ഞതാണ്. അപ്പം ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പാൻ ചൂടാക്കി അതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിക്കും. എന്നിട്ട് നെയ്യ് ചൂടായി വരുമ്പോൾ നമ്മുടെ ഈ ഏത്തപ്പഴം അതിനകത്തിട്ട് ഒന്ന് വരട്ടിയെടുക്കും. എന്നിട്ട് അത് നമ്മൾ മാറ്റി വയ്ക്കും. പിന്നീട് അതേപോലെ തന്നെ നമ്മുടെ അവലും ചൂടാക്കിയെടുക്കും. അതെന്താ ചൂടാക്കിയെടുക്കുന്നത് വെച്ചാൽ നമുക്ക് മിക്സിയിലിട്ട് ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. അതിനുവേണ്ടി ആണ് നമ്മളിതെല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ആദ്യം നമുക്ക് കശുവണ്ടി ഇടാം. ഏകദേശം ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് നമ്മുടെ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. മുന്തിരിങ്ങ അത് നന്നായിട്ട് വറുത്തെടുക്കാം. ഇതിന് ശേഷം ഈ സെയിം എണ്ണയിലോട്ട് നമുക്ക് നമ്മുടെ പഴം വരട്ടിയെടുക്കാം. ഞാൻ ഓൾറെഡി അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ പഴം നമുക്ക് നന്നായി വരട്ടിയെടുക്കാം. നമുക്ക് പഴം ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് തോർത്തിയെടുക്കണം. ഇതെല്ലാം നമ്മൾ നെയ്യിലിട്ട് മൂപ്പിക്കുന്ന കാരണം ഈ ലഡു കുറേ ദിവസം ഇരിക്കുകയും ചെയ്യും. തേങ്ങ ഇതുപോലെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കും. നമ്മുടെ പഴം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിയിട്ട് നമ്മുടെ അവൽ നമുക്ക് മൂപ്പിച്ചെടുക്കാം. സെയിം പാനിലോട്ട് തന്നെയാണ് നമ്മൾ അവൽ മൂപ്പിക്കുന്നത്. അവൽ കുറേശ്ശേ ഇട്ട് കൊടുക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മിക്സിയിലിട്ടൊന്ന് പൊടിക്കുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഇത് ചൂടാക്കുന്നത്. പിന്നെ നെയ്യിട്ട് വെച്ച് ചൂടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടുകയും ചെയ്യും കേട്ടോ. നമ്മുടെ അവൽ ഇവിടെ ചൂടായിട്ടുണ്ട്. നമ്മളിങ്ങനെ കൈ എടുക്കുമ്പോൾ ഇങ്ങനെ പൊടിയുന്നൊരു പരുവം ഉണ്ട്. ഇതിപ്പോൾ കണ്ട് പൊടിയുന്നുണ്ട്, നന്നായിട്ട് പൊടിയുന്നുണ്ട്. ഈ ഒരു പരുവാണ് വേണ്ടത്. ഇനി നമുക്കിത് മാറ്റിയിട്ട് നമ്മുടെ തേങ്ങ ഇട്ടൊന്ന് മൂപ്പിക്കാം. സെയിം പാൻ തന്നെയാണ് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങയുടെ ജലാംശം പോകുന്നത് വരെ ഒന്ന് ചെയ്താൽ മതി. അല്ല ബ്രൗൺ നിറമാകുന്നത് വരെ ചെയ്യേണ്ട. കാരണം ഇതിന് കുറച്ച് ദിവസത്തേക്ക് ഇരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതിൻ്റെ എല്ലാം ജലാംശം കളയുന്നത്. അതെല്ലാം നമുക്ക് അന്ന് തന്നെ ഉപയോഗിക്കണമെങ്കിൽ ഇതിങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. തേങ്ങ ഡയറക്റ്റ് ഇട്ടിട്ട് വേണം നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. തേങ്ങ പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് തേങ്ങ മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതെല്ലാം മിക്സിയിലിട്ട് മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം ഇതിൻ്റെ ചൂട് പോകട്ടെ, അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മെയിനായിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസും നമ്മൾ നെയ്യിൽ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് അവല് മിക്സിയിലൊന്ന് പൊടിക്കണം. ഈ പഴം നമുക്ക് കൈവച്ച് ഞെരടിയെടുത്താലും മതി. പക്ഷേ അങ്ങനെ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിക്കൊണ്ട് വന്നാലും മതി. അപ്പം ആദ്യം ഞാൻ ഈ അവലൊന്ന് പൊടിച്ചുകൊണ്ട് വരട്ടെ.
നമ്മുടെ അവല് ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വലിയ പാത്രം എടുക്കാം. പാത്രം എടുത്തു. അതിനകത്തേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഏത്തപ്പഴം ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ച് നന്നായി ഇങ്ങനെ ചെയ്യുക. കൈ നല്ല പഴുത്തതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇതിങ്ങനെ ഉടഞ്ഞു കിട്ടും. അതിന് ശേഷം നന്നായിട്ട് ഉടയ്ക്കണം. കണ്ടില്ലേ, കാണാൻ പറ്റുമല്ലോ അല്ലേ? നന്നായി ഇങ്ങനെ കൈയിട്ട് ഉടയ്ക്കുക. അതിനുശേഷം നമ്മുടെ പൊടിച്ചു വച്ചിരിക്കുന്ന അവല് ചേർത്ത് കൊടുക്കുക. അതും നന്നായിട്ട് മിക്സ് ചെയ്യുക. കൂട്ടത്തിൽ നമ്മുടെ തേങ്ങ, പിന്നെ ഏലക്കാപ്പൊടി, പഞ്ചസാര എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന നമ്മുടെ കാഷ്യൂനട്ടും അതുപോലെ തന്നെ മുന്തിരിങ്ങയും കുറച്ചതിനകത്ത് ചേർത്ത് കൊടുക്കാം. മിക്സ്ഡ് റെഡി ആയിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് എല്ലാം കൂടെ കണ്ടില്ലേ, നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുളകളാക്കി മാറ്റണം. അതിനായി നമ്മുടെ ഈ കയ്യിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. അതിനുശേഷം നന്നായി ടൈറ്റ് ചെയ്ത്, അതായത് ഉണ്ടോ ഇങ്ങനെ ഓരോരോ കുഞ്ഞുരുള എടുത്ത് നിങ്ങളുടെ ആവശ്യം അനുസരിച്ചുള്ള വലുപ്പത്തിൽ ഉണ്ട് ഇങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് ഉണ്ടോ ടൈറ്റ് ചെയ്ത് ഉരുളകൾ വേണേൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായി ടൈറ്റ് ചെയ്യണം. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് മാറ്റി വയ്ക്കാം. ഉണ്ടോ? അങ്ങനെ നമ്മുടെ ഏത്തപ്പഴം ലഡു റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. കാരണം നെയ്യുടെ അളവ് വളരെ കുറവാണ് ഇതിനകത്ത്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ഒരു മധുരം ചേർക്കാം. ഇത് നമ്മൾ വലിയവർക്കൂടെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഞാൻ മധുരത്തിൻ്റെ അളവ് കുറച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുക. നിങ്ങൾ എന്നെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കപ്പം ഇനിയും ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.